ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിൽ വണ്ടി ഓടിച്ചു കൊണ്ടിട്ടുള്ളൊരു റിവ്യൂ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു EV സ്കൂട്ടറിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഈ വണ്ടി ഞാൻ സ്വന്തമായിട്ട് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ കംഫർട്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കുന്നില്ല. നല്ല പക്ക കംഫർട്ടാണ്. ഓടിക്കാനായാലും ബ്രേക്കിംഗ് ആയാലും എല്ലാം ഒക്കെയാണ്. നല്ല ബ്രേക്കിംഗ് കാര്യങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് 4 മോഡ് വരുന്നുണ്ട്: എക്കോ, റൈഡ്, സ്പോർട്ട്, കസ്റ്റം. അപ്പോൾ നമുക്ക് എക്കോ മോഡിൽ ഒരു 40 km/h സ്പീഡിലും, റൈഡ് മോഡിൽ ഒരു 65 വരെയും, സ്പോർട്ട് മോഡിൽ 82-85 km/h, കസ്റ്റം മോഡിൽ 90 km വരെ കിട്ടും. ഞാനിതുവരെ 85 വരെ കയറ്റിയിട്ടുള്ളൂ, അതിൽ കൂടുതൽ കയറ്റിയിട്ടില്ല. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 3 രീതിയിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഫ്രണ്ടിലത്തെ ഫാസ്റ്റ് ചാർജിങ് പോർട്ട്. രണ്ടാമത്തത് അതിൻ്റെ സീറ്റിനടിയിൽ തന്നെ നമുക്ക് ബാറ്ററി വണ്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തതാണ് മറ്റുള്ള EV സ്കൂട്ടർ അപേക്ഷിച്ച് ഇതിന് സവിശേഷതയായിട്ടുള്ളത്: ഇതിൻ്റെ 2 ബാറ്ററികളും റിമൂവബിളാണ്. ഇതിന് 2 ബാറ്ററി വരും. 2 ബാറ്ററി പാക്കും റിമൂവബിളാണ്. റിമൂവ് ചെയ്ത് നമുക്ക് എവിടെയാണോ, ഓഫീസാണെങ്കിൽ ഓഫീസ്, വീടാണെങ്കിൽ വീട്, നമുക്ക് കൊണ്ടുവച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് അവർ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഏകദേശം 100% സ്ലോ ചാർജിങ്ങിൽ 100% ആവാനായിട്ട് 6 മണിക്കൂറോളം എടുക്കുന്നുണ്ട്. ഞാൻ ചാർജ് ചെയ്തപ്പോൾ എനിക്ക് ഫീലായതാണ് 6 മണിക്കൂറോളം. 5.5-5.25 മണിക്കൂർ എടുത്താണ് ഇത് ബാറ്ററി ഫുൾ ചാർജ് ആകുന്നത്. ഫുൾ ചാർജ് എന്ന് പറയുമ്പോൾ 100% ആവത്തില്ല, 98% വരെയൊക്കെ തന്നെ ആകത്തുള്ളൂ. 100% ഇതുവരെ ആയിട്ടില്ല. പിന്നെ ഇത് നമ്മൾ ബാക്കിയുള്ള വണ്ടികൾ അപേക്ഷിച്ച് ലെഫ്റ്റ് സൈഡിൽ ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ ഓപ്ഷൻസ് ട്രിപ്പ് എ, ട്രിപ്പ് ബി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹസാർഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പാസ്, ബ്രേക്ക്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, SOS ബട്ടൺ. എമർജൻസി സിറ്റുവേഷൻസിൽ ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻറ്റ്, ആരെങ്കിലും നമുക്കൊരു എമർജൻസി കോൺടാക്റ്റ് സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ പ്രസ് ചെയ്ത് 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ആ കോൺടാക്റ്റിലൊരു മെസ്സേജും പോവും. നമുക്ക് ഇവരുടെ കസ്റ്റമർ സർവീസിൽ നിന്ന് ഒരു കോളും കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു എൻജിൻ കിൽ സ്വിച്ച്, മോഡ് മാറ്റാനുള്ള ഒരു സ്വിച്ച്, പിന്നെ ക്രൂസ് കൺട്രോളിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച്, വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച്, ഇതൊക്കെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ വരുന്നതാണ് വണ്ടി ഓണാക്കാനുള്ള സ്വിച്ചും, ബാക്ക് സീറ്റ് ക്ലിക്ക് തുറക്കാനുള്ള സ്വിച്ചും ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നുകൊണ്ടുള്ള നോക്കാം. ഇതാണ് വണ്ടിയുടെ ഓവറോൾ വ്യൂ. വളരെ ഭംഗിയായിട്ടാണ് ഹീറോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കാണാൻ നല്ല ലുക്കാണ്. ഫ്രണ്ടിൽ നോക്കിയാൽ ഒരു റോബോട്ടിക് ഫീല്. അതിൻ്റെ DR ലൈറ്റ് ആയാലും ഹെഡ് ലൈറ്റ് ആയാലും മൊത്തത്തിലൊരു അടിപൊളി ലുക്കാണ് വിഡ V2 പ്രോയ്ക്ക് ഹീറോ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ടെയിൽ ലൈറ്റ് കണ്ടോ, അതിൻ്റെ ഭംഗി. പിന്നെ ഇതിന് ഹീറോ നൽകിയിരിക്കുന്നത് നൈലോ ഗ്രിപ്പ് MRF-ൻ്റെ ടയറാണ്. ഡുവൽ ടെലിസ്കോപ്പിക് ഫോർക്ക് സസ്പെൻഷനാണ്. വൈബറിൻ്റെ ഡിസ്ക് ബ്രേക്കും ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിലും അതേപോലെ MRF-ൻ്റെ ടയർ തന്നെയാണ്. ബാക്കിൽ സിംഗിൾ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സൊക്കെയും ടെയിൽ ലൈറ്റും എല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ വണ്ടി നല്ല ലുക്കാണ്. സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടണാണ് ഈ ബട്ടൺ. അപ്പം വണ്ടി ഓണായിട്ടുണ്ട്. ഓണായി
വണ്ടി അടുത്ത് വണ്ടി മൂവ് ആവണമെങ്കിൽ ബ്രേക്ക് ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ വണ്ടി മോട്ടർ ഓൺ ആകത്തുള്ളൂ. പിന്നെ എൻജിൻ കിൽ സ്വിച്ച് ഓൺ ആകണമെങ്കിലും കിൽ സ്വിച്ച് ഓൺ, മോട്ടർ ഓൺ ആകത്തില്ല, കിൽ സ്വിച്ച് ഓഫ് ചെയ്യണം. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ജോയ്സ്റ്റിക്ക്, ഇൻഡിക്കേറ്റർ, ഫോഗ്, ഇത് ക്ലിക്ക് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ക്ലിക്ക് ഓപ്പൺ ആകും. ഇത് ജസ്റ്റ് സൈഡിൽ നിന്ന് വലിച്ച് പൊക്കി തുറക്കാവുന്നതാണ്. 26 ലിറ്ററിൻ്റെ ഒരു നല്ലൊരു ഹ്യൂജ് സ്പേസ് തന്നെ കസ്റ്റമർ കെയർ ഹീറോക്കാർ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററി സ്റ്റോറേജ്. രണ്ട് ബാറ്ററി അതിനകത്താണ് വരുന്നത്. ബാറ്ററി നമുക്ക് തുറന്ന് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കീ ഫോബ്. തുറന്ന് ഈ ബാറ്ററി നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാവുന്നു. ചാർജ് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ ബാറ്ററി തിരിച്ച് ഇൻസെർട്ട് ചെയ്ത് ഇത് ക്ലോസ് ചെയ്ത് ചാവി എടുക്കാവുന്നതാണ്. സീറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്, ഈ സീറ്റ് ഇവിടെ ജസ്റ്റ് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ശകലം ഫോൾഡ് ചെയ്ത് അകത്തോട്ട് ഈ ഭാഗം അകത്ത് കയറ്റി ഇവിടെ ഒരു സീറ്റ് ക്ലോസ് ആവുന്നതായിരിക്കും. ഇതിന് കമ്പനി 3 തരത്തിലുള്ള ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ്. ഫാസ്റ്റ് ചാർജിങ്ങിന് ഏകദേശം 1 മണിക്കൂറിൽ ഫാസ്റ്റ് ചാർജിങ് വഴി നമുക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് ചാർജിങ് ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ഈ ബാറ്ററി റിമൂവ് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ബാറ്ററി റിമൂവ് ചെയ്ത് ചാർജ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഇവിടെ വണ്ടി നിർത്തിക്കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ചാർജർ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാവുന്നുണ്ട്. വണ്ടിയുടെ ചാർജർ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് കൂടെ. പിന്നെ നമുക്കൊരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഒരു USB പോർട്ട്. എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ തൂക്കിയിടാനായിട്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കീ ഫോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ക്ലിക്ക് തുറക്കാനുള്ള ഒരു ബട്ടൺ, നമ്മൾ വണ്ടി ഡാർക്ക് സ്പേസിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അസിസ്റ്റൻസിനായിട്ട് ഹെഡ്ലൈറ്റിൻ്റെ ബട്ടൺ ഇത് പ്രസ് ചെയ്യുമ്പോഴേക്കും ഹെഡ്ലൈറ്റ് കത്തുന്നതായിരിക്കും. പിന്നെ നമുക്ക് വെഹിക്കിൾ ഫൈൻഡർ ഉണ്ട്, ഇതൊരു ശബ്ദം പുറപ്പെടുവിക്കും, 4 ഇൻഡിക്കേറ്ററും കത്തുന്നതായിരിക്കും വെഹിക്കിൾ ഫൈൻഡർ. പിന്നെ കീലെസ് എൻട്രി ആണ്, എന്നാലും അവരൊരു കീ ഇതിൽ കൊടുത്തിട്ടുള്ള എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കീ ബാറ്ററിയുടെ അവിടുത്തെ തുറക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഈ ക്ലിക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിന് 3 ഓപ്ഷൻ ഉണ്ട്. 3+1 4 ഓപ്ഷൻ, മൊബൈലും കൂടെ ചേർത്ത് 4 ഓപ്ഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി തുറക്കാൻ പറ്റും. 1 ഈ റിമോട്ടിൽ ഈ സ്വിച്ച് പതുക്കി ക്ലിക്ക് ഓപ്പൺ ചെയ്യാം. 2 ഇവിടുത്തെ ഈ സ്വിച്ച് പതുക്കി ക്ലിക്ക് ഓപ്പൺ ചെയ്യാം. 3 ഇതിൽ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ക്ലിക്ക് ഓപ്പൺ ചെയ്യാം. അവസാനമായിട്ട് ക്ലിക്ക് ഓപ്പൺ ചെയ്യണത് ഈ മാറ്റ് റിമൂവ് ചെയ്തിട്ട് ഞാൻ പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കീ ഇടാനുള്ള സ്ലോട്ടുണ്ട്, ഇത് ഇട്ട് നമുക്ക് ആ ക്ലിക്ക് തുറക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മോട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ 6 kW ഒരു മോട്ടറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കണ്ടിന്യൂസ് പവറായിട്ട് 3.6 kW പവർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ റിയർ ബ്രേക്ക് ഡ്രം ബ്രേക്കാണ്. 2 ടയേഴ്സും ട്യൂബ്ലെസ് ആണ്.